ഹമാസിന്റെ വൈസ് പ്രസിഡന്റിന് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയല്ലേ? എന്നാ പിന്നെ ഇവർക്കില്ലേ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ? ഇത് മുഖ്യമന്ത്രിക്ക് അത് അങ്ങനെ ഒരു അതിനെക്കുറിച്ച് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ പ്രശ്നമാണ്. മുഖ്യമന്ത്രിനെ കുറിച്ച് എനിക്ക് പറയാൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇദ്ദേഹം ഹമാസ് വന്ന് നമ്മളെ കുട്ടികളെ റാഡിക്കലൈസ് ചെയ്യാൻ വരുമ്പോൾ അത് അദ്ദേഹം ഫ്രീഡം ഓഫ് സ്പീച്ചായും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനായിട്ട് പിന്തുണ കൊടുക്കുന്നു. മറ്റൊരാരെങ്കിലും ഈ ലവ് ജിഹാദിനെ കുറിച്ച് ഒരു പിക്ചർ ഉണ്ടാക്കുമ്പോൾ എവിടെ പോയി ആർട്ടിക്കിൾ 19, എവിടെ പോയി ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ? ഇതെല്ലാം ഒരു സെലക്റ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ അല്ലേ? ഭരണഘടന ആണെങ്കിൽ എല്ലാവരും അതിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഹമാസ് ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ വലിയൊരു ഇഷ്യൂ ആണ്. ഇവിടെ നടക്കുന്ന പാർലമെൻറ്റിൻ്റെ പുറത്ത് അവരുടെ എം പിമാരെല്ലാം ഫാസിസം എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിനാ? ഭരണഘടന എടുത്ത് നടക്കുന്നത് എന്തിനാ? അപ്പോൾ ഇവിടെ ഈ നാട്ടിൽ പിക്ചർ ലവ് ജിഹാദിനെ കുറിച്ചൊരു പിക്ചർ ഉണ്ടാക്കാൻ ആർക്കും അവകാശമില്ലേ? അല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട. ആരാണ് നിർബന്ധിക്കുന്നത്? അല്ല, അത് ഒരാള് പിക്ചർ ഉണ്ടാക്കുന്നു, അത് അദ്ദേഹത്തിന്റെ അവകാശമല്ല ഒരു പിക്ചർ ഉണ്ടാക്കാൻ. അല്ല, അങ്ങനെ ഇല്ലെങ്കിൽ അത് കോർട്ട് വഴി ഒരു കേസ് ഫയൽ ചെയ്യൂ. എന്തിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചാടുന്നത്? സെൻസർ ബോർഡില്ലേ, സെൻസർ റിവ്യൂ ബോർഡില്ലേ? അല്ല, ഞാൻ ഹമാസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊരു വർഗീയവാദിയാണെന്ന് ആരെ പറഞ്ഞത്? മുഖ്യമന്ത്രി അല്ല പറഞ്ഞത്. അപ്പം ഞാൻ എന്താ പറഞ്ഞത്? വർഗീയവാദിയാണെന്നോ മുഖ്യമന്ത്രി? ഇതെല്ലാം ഒരു ഇരട്ടത്താപ്പാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയം ചെയ്യണമെങ്കിൽ ഒരു പ്രിൻസിപ്പളിലായിട്ട് രാഷ്ട്രീയം ചെയ്യണം. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒരു ആൾക്ക്, ഹമാസിൻ്റെ വൈസ് പ്രസിഡന്റിന് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയല്ലേ? എന്നാൽ പിന്നെ ഇവർക്കില്ലേ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ?